ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തറവാട്ടിലേക്ക് പോയപ്പോൾ കുട്ടീസിന് കിട്ടിയ കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. എൻ്റെ മാമ, അതായത് എൻ്റെ ഉമ്മച്ചിയുടെ ആങ്ങള മാമയുടെ വീട്ടിലേക്ക് പോയപ്പോൾ മാമ കച്ചവടമാണ് കേട്ടോ മാമക്ക്. അപ്പോൾ ഇവിടെ കച്ചവടത്തിന് ബാക്കിയായ സാധനങ്ങൾ ഒരു പെട്ടിയിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടീസിനെ കണ്ടപ്പോൾ വേഗം അതിൽ നിന്ന് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോളാൻ പറഞ്ഞിട്ട് നിറയെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കാണുന്നവർ കണ്ടിട്ടുണ്ടാവും കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കിക്കോളൂ. അങ്ങനെ മാല 3 കളറിൽ മാല എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലിപ്പ്, ഇങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈയുടെയും പൂച്ചക്കുട്ടിയുടെയൊക്കെ ക്ലിപ്സ് ഉണ്ടായിരുന്നു. ടിക് ടാക്ക് ഇട്ടാ. പിന്നെ ഈ ഒരു ഉണ്ട നിന്നസിന് എപ്പോഴും അർജൻറ്റായിട്ട് ആവശ്യമുള്ള സാധനമാണ്. പക്ഷെ അത് എത്ര വാങ്ങിച്ചാലും തികയൂല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇട്ട് കളയും. അങ്ങനെയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനത് ഫുള്ളിങ്ങനെ ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അങ്ങനെ നമ്മുടെ പിപ്പിക്കുട്ടിയുടെ മുടി വെട്ടാമെന്ന് വിചാരിച്ചു. ഞാനാണ് എപ്പോഴും മുടി വെട്ടണേ. ഇനി എന്തെങ്കിലും ഒരു ദിവസം കടയിൽ കൊണ്ടുപോയി വെട്ടണം. ഞാൻ വെട്ടിക്കൊടുക്കുമ്പോൾ ശരിയാവണില്ല കേട്ടോ. അവൾ ശരിക്കും നിൽക്കൊന്നുമില്ല. അപ്പോൾ അവൾ തന്നെയാണ് എന്നോട് വന്നിട്ട് തോർത്തുമുണ്ടൊക്കെ ഇട്ടിട്ട് പറയുകയാണ്, ഉമ്മച്ചി എൻ്റെ മുടി വെട്ടിയതായോ, കണ്ണിക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ആൾ നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും വെട്ടി തുടങ്ങുമ്പോൾ ആളുടെ സ്വഭാവം മാറും കേട്ടോ. അങ്ങനെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചുച്ചുക്കുട്ടിക്കൊരു ഫ്രോക്ക് തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി തുണി വെച്ചിട്ട് നിന്നൂസിന് ഫ്രോക്ക് തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ കുറച്ചും കൂടി ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അടിയൊന്ന് മടക്കി അടിക്കണം, അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇരിക്കാൻ നോക്കിയപ്പോൾ ചുച്ചുക്കുട്ടി എൻ്റെ മടിയിൽ വന്നിരുന്നിട്ട് അവളും കൂടി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വേഗം അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇക്കാടെ വീട്ടിലേക്ക് പോവാണ്, വാപ്പച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് നോക്കാണ്. നിന്നൂസിനാണെങ്കിൽ എന്ത് ഡ്രസ്സ് തയ്ച്ചു കൊടുത്താലും അവൾക്ക് ഭയങ്കര പവർ നോക്കൽ ഇത്തിരി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ചീത്ത പറയുന്ന കാരണം ഒന്നും പറഞ്ഞില്ല കേട്ടോ ആൾ. അങ്ങനെ നമ്മുടെ ചുച്ചുക്കുട്ടിയുടെ മുടിയും അതിനിടയിൽ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചെറിയ മടിയിൽ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുകയായിരുന്നു ആൾ. അങ്ങനെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ചിക്കൻ മന്തി, കുഴിമന്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണേ. എങ്ങനെ ആവുന്നൊന്നും അറിയില്ല. നമ്മളൊരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നി ഈ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ ബിരിയാണിയിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണെന്ന് തോന്നിയപ്പോൾ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ 1.5 കിലോ ചിക്കനാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ ഒരു പിടി കുരുമുളക്, പിന്നെ പെരുംജീരകം, ഏലക്ക, ഗ്രാമ്പൂ, അങ്ങനത്തെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് ഇതൊരു മാഗി ക്യൂബ് എന്ന് പറയും. കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അത് 2 എണ്ണം ഉണ്ടായിരുന്നു. 2-3 എണ്ണം ഇട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ്. അങ്ങനെ രണ്ടും ഞാൻ അതിലേക്ക് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് മന്തി മസാലയാണ്. അതും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടും കേട്ടോ. മന്തി മസാല എന്ന് ചോദിച്ചാൽ മതി. അതൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് അധികം മസാല ഒന്നും ഇടാത്ത കാരണം വലിയ റെഡ് കളറൊന്നും ഉണ്ടാവില്ല. മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അത് കാരണം ഞാൻ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യം ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒരു 3/4 ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം വിട്ടുപോയത്. നമ്മൾ ഉണക്കനാരങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കുകയാണ്. മൂടി വയ്ക്കുക. ചിക്കൻ അവിടെ വേവുന്ന സമയത്ത് നമ്മൾ അപ്പുറത്ത് ഗ്യാസിൽ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ്, കറുകപ്പട്ട,
അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ളത് ഉപ്പും കേട്ടോ. ഉപ്പ് ആവശ്യത്തിനുള്ള ചേർക്കാൻ. ഞാൻ എപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാലും ഉപ്പ് ഉണ്ടാവില്ല കേട്ടോ. എപ്പോൾ വെച്ചാലും അങ്ങനെ തന്നെയാണ്. എനിക്കറിയില്ല കറക്റ്റ് ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ടെടുക്കാൻ. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടെടുത്തിട്ട് ഒന്നും കൂടി വേവിക്കുക. പിന്നൊരു കാര്യം, നമ്മൾ ഈ റൈസ് നുള്ള അരി ഉണ്ടല്ലോ, അത് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അലിബാബ റൈസാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1 മണിക്കൂർ സോക്ക് ചെയ്ത അരി നമ്മൾ കലത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം തിളപ്പിച്ചിട്ട് കോരി എടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. വെള്ളം വറ്റിക്കല്ല ചെയ്യുക, കോരി എടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മുടെ അധികം വേവാൻ പാടില്ല, എന്നാലും ഒട്ടും വേവാണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിലാണ് ഈ ഒരു സംഭവം നമ്മൾ ഊറ്റിയെടുക്കാൻ. അങ്ങനെ നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും വെന്തു, അരിയും വെന്തു. അങ്ങനെ രണ്ടും ഒരേ സമയത്ത് ആയി. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ബാക്കി ഉണ്ടായിരുന്ന ആ ഓയിൽ ഉണ്ടല്ലോ, അത് കുറച്ച് നമ്മളൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ അരി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ ലെയറിലും കുറച്ച് മന്തി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യും ഒഴിച്ച് കൊടുക്കുക. ആ ഓയിലുണ്ടല്ലോ, മാറ്റി വെച്ച ഓയിൽ ഒന്ന് മേലെ കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാ ലെയറും സെറ്റാക്കി വയ്ക്കുക. അത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ കുഴിമന്തി എന്ന് പറയുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത്. എല്ലാ ലെയറും നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. ഇനി അതിൻ്റെ മേലെ റെഡ് കളർ, ഇത്തിരി റെഡ് കളറും പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി കലർത്തിയ ഒരു കളറും, അങ്ങനെ 2 കളർ ഒഴിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ദമ്മിടുക. മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഴിമന്തിക്കൊക്കെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് മയോണൈസ് എന്ന് പറയുന്നത്. മയോണൈസ് ഇല്ലെങ്കിൽ കുഴിമന്തി കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുകയാണ്. മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. 2 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് വിനാഗിരി, പിന്നെ ആവശ്യത്തിന് ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. അങ്ങനെ തിക്കാവുന്ന വരെ ഓയിൽ ഒഴിച്ചെടുത്ത് അടിച്ചെടുത്താൽ മതി. നമ്മുടെ ഈസി മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കുഴിമന്തിയൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. വേറെ ഒന്നും സവോളരി അങ്ങനെയൊന്നും വേണ്ട. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മാഗി ക്യൂബാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാന ഘടകമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുഴിമന്തിയൊക്കെ റെഡിയാക്കി ഞാൻ വന്നപ്പോഴത്തേനും 4 ആളും ഭയങ്കര കളിയാണ് കേട്ടോ. ടീപ്പോയി ഉണ്ടായിരുന്നു, പണ്ടത്തെ ടീപ്പോയി, ചില്ലൊക്കെ പൊട്ടിപ്പോയി ടീപ്പോയാണ്. അതിൻ്റെ ഉള്ളിൽ എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര കളിയാണ്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. എല്ലാവരും ഹാപ്പി ആയിട്ട് കഴിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിലത്തെ ചിക്കനാണ് കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേഗം ചവച്ച് ഇങ്ങനെ തിന്നാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു ഇതിൻ്റെ ചിക്കൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് 2 ആളും ഉറക്കമായി. നിന്നൂസിന് പിന്നെ ഉറക്കമില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് വാപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തി 2 പേരും ഒരുമിച്ചാണ് വന്നത്, ഒരുമിച്ച് തന്നെയാണ് പോകുന്നതും. ഒരു സ്ഥലത്ത് തന്നെയാണ്, 3 പീടിക സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ 2 പേരും വീട്. അപ്പോൾ നമ്മൾ ഒരുങ്ങി. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ, ഒരു 8 മണി ആ സമയത്താണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ പകുതി എത്തിയപ്പോൾ ഭയങ്കര മഴ. ചില സ്ഥലങ്ങളിൽ മാത്രം മഴയില്ല, ചില സ്ഥലങ്ങളിൽ നല്ല മഴ. അങ്ങനെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു രാത്രിയിലെ യാത്ര. ആദ്യമായിട്ടാണ് ഇങ്ങനെ രാത്രി പോകുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാറിൽ രാത്രിയിൽ ഇരുന്ന് പോകാൻ. നല്ല രസമല്ലേ? അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ മഴയും പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് അവിടെ വീട്ടിലെത്തിയിട്ട് പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല. വാപ്പച്ചി ഉണ്ടായിരുന്നു അവിടെ. വാപ്പച്ചി പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മളവിടെ ന്യൂസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ ഒന്ന് എണീറ്റു, വീണ്ടും കിടന്നുറങ്ങി. വാപ്പച്ചി 2 പേരും എടുത്ത് സ്നേഹപ്രകടനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ലൊരു വ്ളോഗായിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു. ബൈ.